ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന 2 ലെയർ കപ്പ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അതിനായി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചൈന ഗ്രാസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മിൽക്ക് മെയ്ഡും ആവശ്യമായിട്ടുണ്ട്. വാനില പുഡിങ്ങും ചോക്ലേറ്റ് പുഡിങ്ങുമാണ് ഉണ്ടാക്കുന്നത്. 1 സ്പൂൺ കൊക്കോ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വാനില എസൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചൈന ഗ്രാസ് പകുതി മതി. ഇതിന് 5 ഗ്രാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ച് സോക്ക് ചെയ്യാൻ വെക്കുക. ഇത് അടുപ്പിൽ വെച്ച് നന്നായി ചെറിയ തീയിൽ വെച്ച് മെൽറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡിയാവും. തീ കുറച്ച് ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മിൽക്ക് മെയ്ഡും എടുത്തു വെച്ചിട്ടുണ്ട്. പാത്രം അടുപ്പിൽ വെച്ച് പാലൊന്ന് തിളച്ച് നന്നായി വറ്റിയ ശേഷം മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് റെഡിയാക്കി വെച്ച ചൈന ഗ്രാസ് ചേർത്ത് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൽ നിന്നും പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ബാക്കി പകുതിയിലേക്ക് വാനില എസൻസും ചേർക്കുക. ഇതിനായി ഞാൻ ഇവിടെ 4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 കപ്പിൽ ആദ്യം തന്നെ ചോക്ലേറ്റ് പുഡിംഗ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പിൽ ഫസ്റ്റ് ലെയർ വാനില പുഡിങ്ങുമാണ് ഒഴിക്കുന്നത്. ഇത് രണ്ടും ഒന്ന് വേഗം സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായി സെറ്റായിട്ടുണ്ടാകും. ഇതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് വാനില പുഡിംഗ് ഒഴിച്ചതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റ് ഒഴിച്ചതിൻ്റെ മുകളിൽ വാനിലയും ഒഴിച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റ് കാത്തു നിന്നാൽ അപ്പോഴേക്കും പുഡിംഗ് റെഡി ആയിട്ടുണ്ടാവും. വാനില പുഡിങ്ങിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ വെർമിസെല്ലി ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണിത്. ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയും വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ മുകളിൽ കുറച്ച് ബദാമും ഷുഗർ ബോളും ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഈ പുഡിംഗ് കഴിക്കാൻ പറ്റുള്ളൂ. 2 ലെയർ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുമുണ്ട്. ഈ പെരുന്നാളിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.